സാരി പിടിച്ചു നോക്കാം. സാരിയുടെ കുറവ് തന്നെ എന്നാ വിളിച്ചു. ഇഷ്ടം പോലെ സാരി. എന്താ വേണ്ടത്? ആ കേട്ടു. തിരിച്ചു പോകാനുള്ള ടിക്കറ്റും ഉണ്ട്. ഇങ്ങോട്ട് വാ, ഇതൊക്കെ ഒന്ന് എടുത്തു വെക്ക്. വേണ്ട, നിങ്ങൾ കെട്ടിയോളും കൂടി എല്ലാം എടുത്ത് വെച്ചാൽ മതി. ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. മോളെ, ആ വാതിലും ചാരിക്കണം. ആ, ഇതിന്റെ അകത്തുള്ളതെല്ലാം നമ്മുടെ കെട്ടിയൊക്കെയുള്ളതാ. പിന്നെ അല്ലാതെ എനിക്ക് വേറെ കെട്ടിയുണ്ട്. ആ അല്ലോ, അത് നമ്മുടെ തണ്ണിക്കുള്ള മരുന്ന. ഇവിടെ ഇരിക്കട്ടെ. കാര്യം പറയാം. ഇങ്ങോട്ട് വരുന്ന വന്നാ തന്നെ കാണണ്ട. വീട്ടില് ചെറിയൊരു ജോലിക്ക് കഴിഞ്ഞ് നിർത്തിയാളിയാ. ആലീസ് വീട്ടില്ലാത്തപ്പോ സഹായവും മുട്ടും. അമ്മേ ഭഗവതി, ഷെരീഫ് വീട്ടിലെത്തിയോ മോനെ? വന്നു. അവനെ വീട്ടിൽ കൊണ്ടാക്കിട്ടാ ഞങ്ങൾ വരുന്നത്. എന്താന്ന് അറിഞ്ഞൂട അമ്മേ, ഭയങ്കര വിഷം. തുടങ്ങി തീറ്റിപ്പണ്ടാണ്. ഇന്ന് ഏകാദശിയാരാ? ഉപ്പും പഴവും മാത്രമേ കാണൂ. സാർ ഇതിലിടവേണ്ട, ഞാൻ അമ്മയും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഉപ്പുമാവ് റെഡി ആയിട്ടില്ല അല്ലേ അമ്മേ? അയ്യോ സാരമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. അമ്മ ഉണ്ടാക്കിയ ഉപ്പാവല്ലേ, ആ ഉപ്പാവും പഴവും കൂടെ കുഴച്ചടിച്ചിട്ട് കുറെ നാളായി. നീ മിണ്ടാതിരി, നിനക്കുള്ള ചോറ് ഞാൻ ഉണ്ടാക്കി തരാം. പക്ഷെ മലക്കറിയെ കറി വെക്കാനുള്ളൂ. ഭാഗ്യം. ഈ ആലീസിന്റെ കാളയിറച്ചിയും താറാമുട്ടയും മീൻകറിയും കൂട്ടിക്കൂട്ടി ഞാൻ പഠിച്ചു. കുറെ നാളെ മലക്കറി കൂട്ടാൻ കൂട്ടി. തുടങ്ങി അവന്റെ ആലീസ് പുരാണം. അമ്മ ചെന്ന് എന്തെങ്കിലും അവൻ ഉണ്ടാക്കി കൊടുക്കും. തിന്ന് മരിക്കട്ടെ കൊതിയൻ. എന്തെങ്കിലും മോൻ ഇഷ്ടമുള്ള കറി തന്നെ ഉണ്ടാക്കാം. 10 വയസ്സ് മുതൽ അമ്മ നിന്നെ കാണുന്നതല്ലേ? ശരിയാമ്മ, എന്റെ ഈ തടിയുടെ 90% ഇവിടുത്തെ കുട്ടിയാലിക്കയുടെ ഷെരീഫിന്റെ വീട്ടിലെ ചോറാണേ. എടാ അറിയോ, നീയുടെ കുറെ വിളസുന്നുണ്ടല്ലോ, ഇതൊക്കെ എവിടെ സംഘടിപ്പിച്ചു? അതെ, നമ്മുടെ പഴയ മാനേജർ സ്ഥലം മാറി പോയപ്പോ ഞാനിവനെ ചുടുവിൽ അങ്ങ് ഒപ്പിച്ചെടുത്ത. എങ്ങനെ? നല്ല ഒപ്പിച്ചാ മതി. അകത്ത് വെക്കടാ, അമ്മ കാണും. ഞാനേ തന്ത്രപരമായി 2 ഗ്ലാസും വെള്ളം ഒപ്പിച്ചത്. മണി 7 കഴിക്കുമോനെ? കോഴി അവിടെയും കിട്ടും, പക്ഷെ ഈ കോഴിന്റെ രുചിയുണ്ടല്ലോ. അതെന്താ അവിടുത്തെ കോഴിക്ക് രുചിയില്ലേ? കുറെ കാശുണ്ടാക്കാവുന്നല്ലാതെ അവിടെ എന്തിനാ രുചിയുള്ളത്? ഈ രുചി വേറെ എവിടെയെങ്കിലും കിട്ടുമോ സാബറ? നീ ഇട്ടുണ്ടോ? ഈ നൈറ്റ് ഗൗൺ വാങ്ങുമ്പോ ഇതിട്ടോട് നിൽക്കുന്ന നിന്നെ ഞാൻ കിനാവ് കാണുമായിരുന്നു. എന്നിട്ടിപ്പം ഇടില്ലെന്നു. പ്ലീസ്. Just another woman with no
കാണിച്ചത്? ഓ കണങ്ങി. ഒരു കൊല്ലം കഴിഞ്ഞ് വീണ്ടും ആദ്യ രാത്രി. എല്ലാ ഗൾഫുകാർക്കും ഇങ്ങനെ ഓരോ അവധിക്കും ഓരോ ആദ്യ രാത്രി. ഇന്ന് തന്നെ ഞാൻ ഉറങ്ങാൻ സമ്മതിക്കില്ല. സമ്മതിച്ചാലും ഞാൻ ഉറങ്ങില്ല. അതെന്താ? നിങ്ങൾക്കൊരു കൊല്ലമെങ്കിൽ എനിക്കൊരു കൊല്ലം. രാത്രിയില് ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് കരച്ചില്ല. ഞാൻ കേൾക്കാറുണ്ട്. എവിടുന്ന്? അവിടുന്ന് തന്നെ. Was it just a dream? Everything we did, everything we had. Baby, give me one more day. All the music. ഏയ് ഏയ് ഏയ്, ദേ നേരം എടുത്തിട്ട് കുറെ നേരമായി. അവിടെ ഇരിക്ക്. ഇന്നലെ രാത്രി നീ എന്തൊക്കെയാ പറഞ്ഞേ? ഞാനെന്ത് പറയാനാ? ഒന്നും പറഞ്ഞില്ലേ? എന്നാ കേട്ടോ. വിളക്ക് കെടുത്തി. പിന്നെ ഉമ്മ ഉറങ്ങിയിട്ടില്ല. ഉമ്മ ഉറങ്ങിയിട്ട് 2 ദിവസമായി. വേണ്ട. പിന്നെ അങ്ങനെ 1.5 കൊല്ലത്തി വന്നു. എന്റെ പൊന്നല്ലേ. പിന്നെ പൊന്നെ. വിളക്ക് കെടുത്തി. എന്താ ഇത്? ഇങ്ങനെയുണ്ടോ? ഉമ്മ കേൾക്കും. ഉമ്മ ഒന്നും കേൾക്കൂല. പിന്നെ ആ ടേപ്പിംഗ് ഇതെന്തിനാണെന്ന് എനിക്ക് അവിടെ ഇരുന്ന് നിന്റെ ശബ്ദം കേൾക്കാനാ. കഴിഞ്ഞവിടെ വന്നപ്പോ ഞാനിതൊക്കെ ആലോചിച്ചതാ. നിന്റെ നാണം മാറും മുമ്പേ ഞാൻ പോയില്ലേ? ഇപ്രാവശ്യം അങ്ങനെ പോവോ?